നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 17-ാം തീയതി, അതായത് 1200-ാം ആണ്ട് കുംഭമാസം 5-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ നക്ഷത്രം ഉദയനക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രവും അത്ര ദോഷത്തെ കൊടുക്കുന്ന നക്ഷത്രമല്ല, ശുഭനക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രവും കൂടിയാണ് ചിത്തിര. അപ്പോൾ ചിത്തിര നക്ഷത്രം തിങ്കളാഴ്ച. നമുക്കിന്ന് ഒരു ആഴ്ച ആരംഭമാണ്. കുറേ പ്ലാനിങ്ങുമായിട്ട് നമ്മൾ ഈ ആഴ്ച തുടങ്ങുകയാണ്. പക്ഷേ ഇന്നത്തെ ദിവസം നമുക്ക് അനുകൂലപ്രദമായതുകൊണ്ട് നമ്മൾ ഈ ആഴ്ച ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യമേറിയ ദിവസമാണ് തിങ്കളാഴ്ച. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഓരോ കാര്യത്തിന് ഇറങ്ങാം. അത് വിജയത്തിലേക്ക് വരും, നമുക്ക് പുരോഗതിയെ പ്രദാനം ചെയ്തു തരും. അതുകൊണ്ട് ഒരു കാര്യത്തിലും അറച്ചു നിൽക്കരുത്. അതുപോലെ ചിത്തിര നക്ഷത്രം, കുംഭമാസത്തിലെ ചിത്തിര നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക്, ശരിക്കും പറയുകയാണെങ്കിൽ ബർത്ത്ഡേ നമ്മൾ ഒരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത്ഡേ കൊണ്ട് ഉദ്ദേശിക്കണേ. വാർഷിക ഫലത്തെയാണ് ബർത്ത്ഡേയിലൂടെ നമ്മൾ ചിന്തിക്കണേ. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ഇവിടെ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ചിത്തിര നക്ഷത്രക്കാർക്ക് വളരെ ഗുണപ്രദമായ, അതായത് ചിത്തിര നക്ഷത്രക്കാർക്കല്ല, ഈ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക്, കുംഭമാസത്തിലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഈ ഒരു വർഷത്തെ ഫലത്തെ, വാർഷിക ഫലം നമുക്ക് ചിന്തിക്കുമ്പോൾ, ബർത്ത്ഡേ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായിരിക്കും. വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വെക്കാം, വസ്തു മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വസ്തു മേടിക്കാൻ സാധിക്കും. വീട് പുതുക്കി പണിയാൻ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലപ്രദമായ സമയമാണ്. വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ വാഹനം വിൽക്കാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലപ്രദമായ സമയമാണ്. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അല്ലെങ്കിൽ ശരിക്ക് ഹയർ സ്റ്റഡീസിനോ ഒക്കെ പുറത്തു പോകാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലപ്രദമായ സമയമാണ്. ഇതൊക്കെ ഏറ്റവും ശോഭനമായിട്ടുള്ള ഒരു വർഷമാണ്. അപ്പോൾ നമ്മൾ നല്ല സമയം എന്നറിയുന്നത് എന്തിനെന്ന് വെച്ചാൽ ആ സമയത്തെ മാക്സിമം വിനിയോഗിച്ചുകൊള്ളുക. നമുക്ക് കൊള്ളാത്ത സമയം വരുമ്പോൾ നമ്മൾ പതുക്കെ ബ്രേക്ക് വെട്ടി പോവുക. കാരണം കൊള്ളാത്ത റോട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ശരിക്കും ജീവിതയാത്രയിലാണല്ലോ നമ്മളെല്ലാവരും. ജീവിതയാത്രയിലാണ്. അതിൽ നല്ല റോഡുണ്ടാവും, ചീത്ത റോഡുണ്ടാവും. നല്ല റോഡിൽ നമ്മൾ സ്പീഡിൽ പോവുകയും ചീത്ത റോഡിൽ പതുക്കെ പോവുകയും ചെയ്യും. അല്ലാതെ ഞാൻ ഒരേ രീതിയിൽ പോകുമെന്ന് വെച്ചാൽ പലപ്പോഴും തകർച്ചയുണ്ടാവും. അതുപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാഹുകാല സമയം കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 7:30 മണി മുതൽ 9 മണി വരെ എന്നാണ്. രാഹുകാല സമയം 8:15 രാഹുകാലം തുടങ്ങുകയുള്ളൂ. 8:15 തുടങ്ങുകയുള്ളൂ. 9:43 വരെ രാഹുകാലമുണ്ട്. അപ്പോൾ കലണ്ടറിൽ നോക്കിയിട്ട് ഇറങ്ങിയാൽ എന്ത് സംഭവിക്കും? കറക്റ്റ് രാഹുകാലത്തിലായിരിക്കും നമ്മൾ ഓരോന്ന് ചെയ്യണേ. രാഹുകാലം തീർന്നെന്നും തുടങ്ങിയെന്നും പറഞ്ഞ് ഇറങ്ങിയ രാഹുകാലം തുടങ്ങത്തില്ല. രാഹുകാലം തീർന്നു എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ രാഹുകാല സമയത്തായി പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ രാഹുകാലം സമയത്തിന് ഇത്രയും, രാഹു എന്ന് പറയുന്നത് നമ്മൾ ശുഭയാത്രയ്ക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും തടസ്സം വരാതെ സഹായിക്കുന്നതാണ് രാഹുവിന്. അല്ലെങ്കിൽ രാഹു തടസ്സത്തെ കൊടുക്കും. അതുപോലെ ഒരു കാര്യത്തിനും ചെയ്യാൻ പാടില്ലാത്ത 2 സമയമാണ് ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. ഇന്ന് നമുക്ക് ഗുളികകാല സമയം വരുന്നത് 2:06 തൊട്ട് 3:34 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 11:11 തൊട്ട് 12:39 വരെയാണ്. ഈ സമയം ഒരു ശുഭകാര്യങ്ങളും, ഇന്ന് നല്ല ദിവസമാണ്, നല്ല സമയമാണ്, നല്ല നക്ഷത്രമാണെന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും ഈ സമയം നമുക്ക് പല കാര്യങ്ങൾക്കും അവോയ്ഡ് ചെയ്ത് കളയാം. നമ്മളൊരു കാര്യത്തിന് ഒരാളിനെ മീറ്റ് ചെയ്യാൻ പോവുകയാണ്, ഒരാളിന് അല്ലെങ്കിൽ സൈൻ ചെയ്യാൻ പോവുകയാണ്. ഈ സമയം നമ്മൾ പതുക്കെ ഒഴിവാക്കി കളയുക. കാരണം അവർക്ക് അനുവദിച്ചു കൊടുക്കുന്ന സമയത്തിനകത്ത് കയറി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ആ നെഗറ്റീവ് നമ്മളിലേക്ക് ബാധിക്കും. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:15 തൊട്ട് 1:03 വരെ തന്നെയാണ്. അഭിജിത്ത് മുഹൂർത്തം
ശരിക്കും ശ്രേഷ്ഠമായിട്ടുള്ള സമയമാണ്. അതുപോലെ ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാവിലെ ഓഫീസിലേക്ക് പോകണം, അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിൽ അതിന് നിൽക്കുക, ജോലി എന്തോ ആയിക്കോട്ടെ, നമുക്ക് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. കാരണം പ്രപഞ്ചത്തിൽ ഗ്രഹങ്ങളുടെ സ്വാധീനം ഉണ്ടാവും. ഓരോ ദിവസം ഓരോ ഗ്രഹങ്ങൾക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്നതാണ്. ആ ഗ്രഹങ്ങളുടെ ആധിക്യമുള്ള ദിവസമാണ്. അപ്പോൾ തിങ്കളാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ ചന്ദ്രന് പ്രാധാന്യമുള്ള ദിവസം. ചന്ദ്രൻ്റെ കളർ എന്ന് വെച്ചാൽ വൈറ്റോ വെള്ള കളറോ അല്ലെങ്കിൽ പേളിൻ്റെ കളറോ അതുപോലെ വൈറ്റ് മിക്സായിട്ടുള്ള കളറോ നമ്മൾ ധരിക്കുന്നത് നന്നായിരിക്കും. ബൈ ചാൻസ് നമുക്ക് ചിലപ്പോൾ ഈ നമ്മളെ ജോലിയുടെ ഭാഗമായിട്ടോ ഒക്കെ യൂണിഫോം ആയിട്ടോ ഒക്കെ വരികയാണെങ്കിൽ ഇതൊന്നും ധരിക്കാൻ പറ്റിയെന്നിരിക്കില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഒരു വൈറ്റ് കളറ് ഒരു കർച്ചീപ്പ് കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ആ കർച്ചീപ്പ് എടുത്ത് മുഖമൊക്കെ തുടയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിലേക്ക് ഈ വൈറ്റ് ഈ പോസിറ്റീവ് എനർജിയെ നമ്മളിലേക്ക് വലിച്ചെടുക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.